ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു nextsalent.org. 2026 ജർമ്മനി മുഴുവനായിട്ട് വിദ്യാർത്ഥികൾക്കും ജോലിക്ക് ആവശ്യമായിട്ട് അവിടെ വരുന്നവർക്കും വൻതോതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ചില നിയമങ്ങൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്, ചിലത് പുതിയതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നതൊക്കെ മാറാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജർമ്മനിയിൽ റീസെൻ്റായിട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഫാസ്റ്റ് ട്രാക്ക് പൗരത്വം, അതായത് പെട്ടെന്ന് സിറ്റിസൺഷിപ്പ് കിട്ടുന്ന റൂള് ഇനി മുതലില്ല. മുമ്പ് ജർമ്മനിയിൽ വെറും 3 വർഷം കഴിയുമ്പോഴേക്കും പൗരത്വം ലഭിക്കുമായിരുന്നു. പക്ഷേ 2024 ഒക്ടോബർ 8 ജർമ്മൻ ബുണ്ടസ്ടാഗ് ഈ നിയമങ്ങൾ വോട്ടിലൂടെ റദ്ദാക്കി. ഇനി 3 വർഷത്തിൽ പൗരത്വം കിട്ടത്തില്ല. പക്ഷേ പാനിക്കാവേണ്ട കാര്യമില്ല, പഴയ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് 5 വർഷം കഴിഞ്ഞാൽ B1 ലെവൽ ജർമ്മൻ ലാംഗ്വേജും ലേബൻ ഇൻ ഡോയ്ച്ച്ലാൻഡ് പരീക്ഷയും കൂടാതെ നല്ലൊരു സ്കിൽഡ് ജോബ് ഉണ്ടെങ്കിലും പൗരത്വത്തിന് നിങ്ങൾക്ക് അവസരമുണ്ട്. അതിനാൽ 5 വർഷം തന്നെയാണ് ഇപ്പോൾ പുതിയ ഗോൾ. രണ്ടാമതായി പ്രീ സ്റ്റഡി വർക്ക് പെർമിഷൻ, അതായത് മുൻപ് ലാംഗ്വേജ് കോഴ്സിനോ കണ്ടീഷണൽ അല്ലെങ്കിൽ അഡ്മിഷനോ വന്നവർക്ക് ജോലി ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. 2026 മുതൽ ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഇനി നിങ്ങൾ ഭാഷാ പഠനത്തിനോ പ്രിപ്പറേറ്ററി കോഴ്സിനോ വന്നാലും പാർട്ട് ടൈമായി ജോലി ചെയ്യാം. അതായത് 1 വർഷം കാത്തിരിക്കേണ്ട കാലം ഇനി കഴിഞ്ഞു. ഇത് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മൂന്നാമതായി ഓപ്പർച്യൂണിറ്റി കാർഡ് അപ്ഡേറ്റ്, അതായത് ഷാൻസൺ കാർഡ്. മുമ്പ് പ്രായപരിധി 35 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 45 വയസ്സ് വരെ നീട്ടാനായിട്ട് ജർമ്മനി ആലോചിക്കുന്നുണ്ട്. ഇതുവരെ തീരുമാനം വന്നിട്ടില്ല, പക്ഷേ ഇതൊരു ഉറപ്പായ മാറ്റമാണ്. ഇനി അവർ എക്സ്പീരിയൻസ് ആണ് ഡിഗ്രിയേക്കാൾ മുൻഗണന കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ ഡിഗ്രി ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ചെയ്യാത്തതാണെങ്കിൽ പോലും പ്രശ്നമില്ല. നിങ്ങൾക്ക് മതിയായ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ ജർമ്മനി നിങ്ങൾക്ക് മുൻഗണന നൽകും. പ്രധാനമായിട്ടും IT, ടെക്, മെഡിക്കൽ ആൻഡ് ബിസിനസ്, ഇതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ടേജ് ഒക്യുപ്പേഷണൽ ഫീൽഡുകളാണ്. നാലാമതായി റെസിഡൻസ് പെർമിറ്റ് എക്സ്റ്റൻഷൻ. ഇനി കുറഞ്ഞത് 2 വർഷത്തേക്ക് നമുക്ക് റെസിഡൻസ് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ചില നഗരങ്ങൾക്ക് മുൻപ് വെറും 1 വർഷം മാത്രം നീട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു. ഇനി 2026 മുതൽ ജർമ്മനിയിലെ എല്ലാ നഗരങ്ങളും കുറഞ്ഞത് 2 വർഷത്തേക്ക് പെർമിറ്റ് നൽകേണ്ടിയിരിക്കും. വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും ഇനി ഓഫീസിൽ ഓരോ വർഷവും പോയി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് 2 വർഷത്തേക്ക് കിട്ടുമ്പോൾ ഇത് വലിയൊരു ആശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. അഞ്ചാമതായി ഡിജിറ്റലൈസേഷൻ. ജർമ്മനി ഇനി പേപ്പർ വർക്കിനോട് വിട പറയുന്നു. റെസിഡൻസ് പെർമിറ്റ്, സിറ്റി രജിസ്ട്രേഷൻ, സ്പോൺസർഷിപ്പ് ലെറ്റർ എല്ലാം ഇനി ഓൺലൈനിൽ കിട്ടും. കാർഡ് നിങ്ങൾക്ക് നേരിട്ട് വീട്ടിലെത്തുകയും ചെയ്യും. ഇനി ഔസ്ലാൻഡിൽ ബെഹോഡയിൽ നീണ്ട ക്യൂകളില്ല, എല്ലാം ഡിജിറ്റൽ. എളുപ്പം വേഗം ജർമ്മനി വിദേശികൾക്കും വിദ്യാർത്ഥികൾക്കും കൂടുതൽ സൗഹൃദപരവും ഫ്ലെക്സിബിളുമാകുകയാണ് 2026 കൂടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ജർമ്മനിയിൽ പഠിക്കാനും ജോലി ചെയ്യുവാനുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാണ് ശരിയായ സമയം. ഇനി വരുന്ന 3 വർഷക്കാലം ആർക്കും ജെന്യുവിനായിട്ട് ജർമ്മനി ഡ്രീം ചെയ്യാനും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാനും സാധിക്കണം. അതും പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ജർമ്മൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ മാത്രമായിരിക്കും ഇടുക. സോ ഇറ്റ് ഈസ് ഫ്രം മൈ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ യുവർ എക്സ്പീരിയൻസ്. ടേക്ക് കെയർ.